വൺ ആക്ട് പ്ലേ ഇപ്പോൾ നടത്തുന്നതായിരിക്കും. ഇപ്പോൾ മുതൽ അടുത്ത 45 മിനിറ്റ് വൺ ആക്ട് പ്ലേ കണക്ക് നാറാപുള്ള അവതരിപ്പിക്കുന്നത് അലക്സ് വള്ളിക്കുന്നം. വൺ ആക്ട് പ്ലേ കണക്ക് നാറാപുള്ള അവതരിപ്പിക്കുന്നത് അലക്സ് വള്ളിക്കുന്നം. 45 മിനിറ്റ് നേരത്തേക്ക് വേദി അലക്സ് വള്ളിക്കുന്നത്തിന് കൈമാറുന്നു. അദ്ദേഹം അവതരിപ്പിക്കുന്നു വൺ ആക്ട് പ്ലേ കണക്ക് നാറാപുള്ള. ഈ നാടകം അദ്ദേഹം തിരുവനന്തപുരത്തും മറ്റുമൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞതാണ്. ഈ 6-ാം തീയതി വീണ്ടും അദ്ദേഹം പ്രൊഫഷണലാണ്. വീണ്ടും ഈ നാടകം 6-ാം തീയതി കോട്ടയത്ത് അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും നാടകം കണ്ട് ആസ്വദിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വേദി ഇപ്പോൾ അലക്സ് വള്ളികുന്നത്തിന് കൈമാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാടകം ആരംഭിക്കുകയാണ്. വളരെ പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരോടും നാടകത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറയേണ്ടതില്ല. ഒരാൾ തന്നോട് തന്നെ സംസാരിക്കുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു അവതരണ രീതിയാണ്. അതുകൊണ്ട് ഈ സംഭാഷണബദ്ധമായ നാടകം, ആ സംഭാഷണം സശ്രദ്ധം വീക്ഷിക്കണമെന്നാണ് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നത്. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുവാൻ സംവിധാനവും സൗകര്യവും ചെയ്തു തന്ന വരിക്കവല്ലിത്തറയിൽ കുടുംബാംഗങ്ങളോടുള്ള, വിശേഷിച്ച് വരിക്കവല്ലിത്തറ കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുമുള്ള സ്നേഹപൂർവമായ കടപ്പാട് അറിയിച്ചുകൊണ്ട് നാടകം ആരംഭിക്കുന്നു. അരമണിക്കൂറിലധികം കഷ്ടിച്ച് ദൈർഘ്യമുള്ള ഈ നാടകം നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു സാധാരണ കർഷകൻ്റെ ആവലാതികളും സങ്കടങ്ങളുമാണ്. വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ. അതുകൊണ്ട് വളരെ പിന്നിലിരിക്കുന്നവർ അല്പം കൂടി മുന്നോട്ടൊക്കെ കയറിയിരുന്നാൽ നാടകം അവതരിപ്പിക്കുന്നവർക്കും നാടകം കാണുന്നവർക്കും അത് ഏറെ പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിക്കുകയും വർത്തമാനം പറയുകയും കുട്ടികൾ സംസാരിക്കുകയും ചെയ്യരുത്. അരമണിക്കൂർ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. സ്നേഹപൂർവ്വം എല്ലാവർക്കും ഒരിക്കൽ കൂടി കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് നാടകത്തിലേക്ക് കടക്കുന്നു. കണക്ക് നാറാപുള്ള. നമസ്കാരം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആധാരം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മനുഷ്യന്റെ ജീവിത നിലപാടിനോട് ചേർന്നതുമാണ്. ലോകത്തെവിടെയും മനുഷ്യകുലത്തെ നിലനിർത്തുന്നത് മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കുന്ന കർഷക സമൂഹമാണെന്ന സത്യത്തെ അതിന്റെ പ്രധാന ഉപഭോക്താക്കളായ മനുഷ്യ സമൂഹം മാത്രമല്ല, ഭരണചക്രം തിരിക്കുന്ന അധികാരി വർഗവും പാടെ വിസ്മരിക്കുകയാണ്. ഒരു കാർഷിക രാജ്യമായ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ദിനംതോറും കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് എത്ര വേദനാജനകവും ഭീകരവുമാണ്. എല്ലാ പ്രതീക്ഷകളും തകരുന്ന കർഷകർ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഉത്തരവാദി ആരാണ്? ഇതിനൊരു പരിഹാരമില്ലേ? കഴിഞ്ഞ കൊല്ലം ഇന്ത്യയുടെ തലസ്ഥാനത്ത് അരങ്ങേറിയ ഐതിഹാസികമായ കാർഷിക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ആ കർഷക സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ കർഷക മിത്രങ്ങൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു കണക്കു നാറാപുള്ള. അനശ്വര കവി ഡോക്ടർ പുതുശ്ശേരി രാമേന്ദ്രന്റെ പുതുവീട്ടിൽ കണക്കു നാറാപിള്ളയുടെ ആത്മപുരാണം എന്ന കവിതയിൽ നിന്നുള്ള പ്രചോദനത്താൽ എഴുതിയ സ്വതന്ത്ര നാടകം. നാടകരചനയും സംവിധാനവും അലക്സ് വള്ളികുന്നം. അവതരണം ഒരിടം തിയേറ്റർ, തിരുവനന്തപുരം. രംഗത്ത് അലക്സ് വള്ളികുന്നം. കണക്കു നാറാപിള്ള.
ഇവരെവിടെ കിടന്നായി സമരം ചെയ്യുന്നത്? അവരെ ഒന്ന് കാണണമല്ലോ. അവരെ കാണാനല്ലേ ഞാൻ ഇറങ്ങിയത്. 1-2 ദിവസമാണോ, 1-2 വർഷമാണോ? വെയിലും മഴയും കൊണ്ട് പാവങ്ങൾ അവിടെ കിടന്ന് സമരം ചെയ്യുമല്ലയോ? എനിക്കിവിടെ വേണ്ടിയല്ലയോ അവരവിടെ കിടന്ന് സമരം ചെയ്യുന്നേ? അതുകൊണ്ടല്ലയോ ഞാൻ അവരെ കാണാനായിട്ട് ഇറങ്ങിയേ. അവരെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതിയായിരുന്നു. ഒത്തിരി നടന്ന് വശം കെട്ട് അവരെവിടായിരുന്നു സമരം ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. എനിക്കിതിൻ്റെ കാര്യം വല്ലതും ഉണ്ടോയെന്ന് നാട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ കാര്യമൊന്നുമില്ല. പറഞ്ഞു വരുമ്പം ഞങ്ങളൊക്കെ വലിയ കുടുംബക്കാരാണ്, ദിവാന്റെ സ്വന്തക്കാര്. തമ്പി ചെമ്പകരാമൻ എന്നാ സ്ഥാനപ്പേര്. തമ്പി ചെമ്പകരാമൻ സ്ഥാനപ്പേര്. ഒരു കൊടയുണ്ട്, ചെമ്പകരാമന്റെ കൊട. മഴ പെയ്താ ഒരു തുള്ളി പുറത്തു പോകത്തില്ല. അതാ കൊട, ചെമ്പകരാമന്റെ കൊട. ചെമ്പകരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരുപ്പുണ്ട്. ചെമ്പകരാമന്റെ ചെരുപ്പും കൊടയും കണ്ടാ മതിയല്ലോ. അല്ല, ഒരു സഞ്ചിയൊക്കെ ഞാൻ ചോദിക്കുക, സ്ഥാനപ്പേരുണ്ടാ വയറ് നിറയുമോ? അല്ല, സ്ഥാനപ്പേരുണ്ടാ വയറ് നിറയുമോ? അല്ല പിന്നെ ചെമ്പകരാമൻ സ്ഥാനപ്പേരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക, കർഷകരെ കാണാൻ, സമരം കാണാൻ, അവരുടെ കൂടെ ഇരിക്കാൻ. അല്ല എന്തുവാ, എനിക്കൂടെ വേണ്ടി അവർ സമരം ചെയ്യുന്നുണ്ട്. അല്ല എന്തുവാ, നാട്ടുകാരനെ വിളിക്കുന്നതോ നാറാപിള്ള. വെറും നാറാപിള്ളയല്ല, അവർക്ക് ഇച്ചിരൂടെ കൈ നിട്ട് പറയണം, കണക്ക് നാറാപിള്ള. എന്തോ അവർ കണക്ക് നാറാപിള്ള എന്ന് വിളിക്കുന്നതിന്റെ കാര്യം? പരിഹാസം. അല്ല എന്തുവാ കണക്ക് നാറാപിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറാപിള്ള എല്ലാത്തിനും കണക്കെഴുതും. കണക്കെഴുതാതെ എങ്ങനെയാ ജീവിക്കുന്നേ? കണക്കുള്ളോണ്ടല്ലോ അന്തസ്സായിട്ട് ജീവിക്കുന്നേ. 4 തേങ്ങ ഇട്ട അതിന് കണക്ക് വേണ്ടായോ? ആർക്കൊക്കെ കൊടുത്തു, അരയ്ക്കാനെടുത്തത്, പിന്നെ വിറ്റത്, എണ്ണയാട്ടാനെടുത്തത്, എന്നൊക്കെ ഒരു കണക്കുള്ളോണ്ടല്ലോ ജീവിക്കുന്നേ. നെല്ല് കൊയ്തതെത്ര, മെതിച്ചതെത്ര, വിറ്റെത്ര, പതിനെത്ര, പുഴുങ്ങിയതെത്ര, എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടായോ? അല്ല പിന്നെ കണക്കെഴുതുന്ന കുറ്റമാണ് ഞാനങ്ങ് സഹിച്ചു. പണിക്കാരെ വിളിച്ച എത്ര ആണാള്, എത്ര പെണ്ണാള്, എത്ര കൂലി കൊടുത്ത്, കാളക്കാരെത്ര, കാളയെത്ര, ഇതിനെല്ലാം ഒരു കണക്കുള്ളതുകൊണ്ടല്ലയോ ഞാനൊക്കെ ഇങ്ങനെ അന്തതായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് എന്തുവാ 10 പൈസ ഞാൻ ആർക്കും കൊടുക്കാനില്ല, അറിയാമോ? അല്ല പിന്നെ കണക്ക് നാറാവുള്ള നിങ്ങൾക്ക് പരിഹാസമാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു, അതാ എന്റെ അന്തസ്. അല്ല ഈ സമരക്കാര് എവിടാ കിടക്കുന്ന, നടന്ന് ഒരു പരുവായല്ലോ. വെയിലും മഴയും കൂടെ. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. അയ്യോ ദാഹിച്ച് അങ്ങ് കുഴഞ്ഞ്. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. എൻ്റെ ഒരു കപ്പ് ഇതിനകത്തിലുണ്ടായിരുന്നു. ഒരാശ്വാസമായി. അല്ല ഇതൊക്കെ കണ്ടപ്പോ ഞാൻ ആലോചിക്കുക, പണ്ടത്തെ കാലത്ത് നടന്നു പോകുന്നവർക്കൊക്കെ ദാഹിച്ച ഇത്തിരി വെള്ളം കുടിക്കണമെങ്കിൽ കണ്ട വീട്ടിലോട്ട് ചാടി അങ്ങ് കയറും. മതിലുമില്ല, ഗേറ്റുമില്ല, വേലിയില്ല, തൊട്ടിയാന്നോ പാളയാന്നോ എടുത്ത് കിണറ്റിലോട്ടോ കുളത്തിലോട്ടോ ഇട്ട് കോരി പണ്ടപ്പെട്ടാന്ന് അങ്ങ് കുടിക്കുമല്ലയോ. എന്തൊരു രുചിയാ വെള്ളത്തിന്, എന്തൊരു മധുരമാ വെള്ളത്തിന്. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കാര്യം വല്ലതും ഉണ്ടോ? ഇപ്പൊ അങ്ങനത്തെ വെള്ളമുണ്ടോ? ഇപ്പൊ അങ്ങനത്തെ കുളമുണ്ടോ? ഇപ്പൊ അങ്ങനത്തെ കിണറുണ്ടോ? സങ്കടം പറഞ്ഞാ തീരത്തില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ചത്തതായാലും കെട്ടതായാലും പുഴുത്തതായാലും കാണുന്ന അഴുക്കായാലും പുഴുക്കായാലും എറിയുമല്ലയോ കണ്ടിടത്തോട്ട്. ആരെയാലും പറഞ്ഞാൽ അവരുടെ തല ആടിപ്പതിക്കും. അതുകൊണ്ട് എന്തുവാ, നല്ല വെള്ളമില്ല കുടിക്കാൻ, നല്ല കുളമില്ല, നല്ല കായലില്ല, നല്ല കടലില്ല, എല്ലാം വലിയമസമായില്ലയോ. പറഞ്ഞിട്ട് എന്തുവാ, എനിക്ക് ഇപ്പൊ പച്ചവെള്ളം കുടിക്കണമെങ്കിൽ പൈസ കൊടുത്ത് പാട്ടെ തൂക്കിക്കൊണ്ട് നടന്നാ കുടിക്കുന്നത് അല്ലയോ. ഇങ്ങനെ അങ്ങോട്ട് പോയാലോ, ഇങ്ങനെ അങ്ങോട്ട് പോയാ എന്റെ പേടി ഇനി വരുന്ന കാലത്ത് പ്രാണവായു ഇതുപോലെ പാട്ടെ തൂക്കിക്കൊണ്ട് നടന്ന് വലിക്കുമെന്നാ ഒരു പേടി. അതല്ലയോ കാണുന്നത്. ആർക്കാലും ഉത്തരവാദിത്വം ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ചോദിക്കാനും പറയാനും? സമരക്കാർ അവിടെ കിടന്ന് സമരം ചെയ്യുന്നു വർഷങ്ങളായി. എത്ര എണ്ണം ചത്ത്, എത്ര എണ്ണം ആത്മഹത്യ ചെയ്ത്, എത്ര പേര് പട്ടിണി കിടക്കുന്നു, എത്ര പേർക്ക് രോഗം വന്ന്. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഒന്ന് തിരിഞ്ഞു നോക്കട്ടായോ?
ഞാനും അവരുടെ നിന്ന് കാണാൻ പോകുന്നത്. ഇനിയെങ്കിലും ഒരു നല്ല ബില്ലൊക്കെ കൊണ്ടുവന്ന് കർഷകരെയൊക്കെ ഒന്ന് രക്ഷിക്കും എൻ്റെ സർക്കാർ. അല്ല എന്തോ ഇത് ആരോടാ പറയുന്നത്? കൃഷിഭൂമി സമരം ഓരോരോ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ അന്ന് 3/4 ഏക്കർ ഭൂമിയാണ് എനിക്ക് വല്യമ്മാവൻ്റെ വക ഓഹരി കിട്ടിയത്. വല്യമ്മാവൻ്റെ വക 3/4 ഏക്കർ ഭൂമി ഓഹരി കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് എന്തോ പറ്റി? പിന്നെ അത് നോക്കി നടത്തേണ്ട ചുമതലയായി. അല്ലെങ്കിൽ ഞാൻ പോയി വല്ല പട്ടാളത്തിലും ചേർന്നതിന് അന്ന് എൻ്റെ പ്രായക്കാർ പിള്ളേരൊക്കെ തണ്ടും തടിയുള്ളവർ പോയി പട്ടാളത്തിൽ ചേരുക. അത് ലോകമായുദ്ധവും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നടന്ന കാലത്ത് പട്ടാളത്തിൽ ചേർന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. എല്ലാവരും പോകും. എന്താ? ചത്താലും ജീവിച്ചാലും കുടുംബം രക്ഷപ്പെടുമല്ലോ. ഞാനും പോയി പട്ടാളത്തിൽ ചേർന്നതിനെ. പക്ഷെ എനിക്കതിന് പറ്റിയോ? വല്യമാവൻ ഈ 3/4 ഏക്കർ ഭൂമി എന്നെ പിടിച്ചേൽപ്പിച്ചില്ലയോ? അങ്ങനെ ഞാൻ 3/4 ഏക്കറിന്റെ ജമ്മിയായി. അല്ല എന്തുവാ? ഇനിയെങ്കിലും ഒരു നല്ല ബില്ലൊക്കെ വരാതെ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നത്? അതിനല്ലയോ ഈ സമരം കാണാൻ പോകുന്നത്. 3/4 ഏക്കർ ഭൂമിയും അതിൻ്റെ കൂടെ മൂത്ത മോള് ശാരദയും എൻ്റെ കൈ പിടിച്ച് തന്നതാ ഞങ്ങളുടെ ജീവിതം. വല്യമ്മാവൻ്റെ മൂത്ത മോള് ശാരദ ഉള്ളത് പറയണമല്ലോ. തങ്കപ്പെട്ട സ്വഭാവമാണ് അവൾ. ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമാണ്. കുടുംബത്തിൽ പറഞ്ഞോളല്ലയോ. എന്നെയും കൊച്ചുങ്ങളെ അവൾ കണ്ണിലെ കിണ്ണമണി പോലെ നോക്കുന്നത്. ഇന്ന് വരെ ഇച്ചിപ്പോ എന്നൊരു വാക്ക് എന്നോട് എൻ്റെ ശാരദ പറഞ്ഞിട്ടില്ല. അറിയാവോ? അതാ എൻ്റെ വീടിൻ്റെ ഒരു സമാധാനം. 6 കൊച്ചുങ്ങളാന്നേ. 3 ആണും 3 പെണ്ണും. ഒരു പരുവത്തിന് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുക. ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു നല്ല ബില്ല് കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് രക്ഷിക്കേണ്ട സർക്കാർ. ആ 3/4 ഏക്കറിന്റെ ജമ്മി കൃഷിഭൂമി എന്ന് പറഞ്ഞ് നടക്കുക. ഈ സമരക്കാരെ ഒന്ന് കാണണമല്ലോ. ഇത് അല്ല, വല്യമ്മാവന്റെ കാര്യം പറഞ്ഞാൽ ഇനിയും പറയണം. ഞങ്ങളുടെ വല്യമ്മാവൻ എന്ന് പറഞ്ഞാൽ ആരാ? അല്ല ആരാ? ശ്രീമൂലം പ്രജാസഭ മെമ്പറാ ഞങ്ങളുടെ വല്യമ്മാവൻ. അറിയാവോ? ദിവാന്റെ സ്വന്തക്കാരൻ. ദിവാൻ എന്ന് പറഞ്ഞ വല്യമ്മാവനും വല്യമ്മാവനെന്ന് പറഞ്ഞാൽ ദിവാനും ജീവനാ. അവര് 2 ശരീരമാന്നേ ഉള്ളൂ, ഒരു ആത്മാവ്. അതാ വല്യമ്മാവനും ദിവാനും തമ്മിലുള്ള ബന്ധം. അത് മാത്രമല്ല, നമ്മുടെ മന്നത്തോപ്പനാവൻ എന്ന് പറയുന്ന അദ്ദേഹവും ഈ കൂട്ടത്തിൽ വരും. ഇവര് 3 പേരും. ഈ മന്നത്തോപ്പനാവൻ ഈ പ്രദേശത്തെങ്ങാനും വന്നാൽ വീട്ടിൽ കയറാതെ പോകത്തില്ല. എന്താ? ഊണ് വീട്ടില, ഊണ് ഞങ്ങളുടെ വീട്ടില. കൂടെ 19 ആളും പേരും ബഹളവും സദ്യയും ഇലവട്ടലും കാര്യം പറച്ചിലും സങ്കടം പറച്ചിലും. അയ്യോ, അതൊക്കെ ഒരു കാലം. അന്നെങ്ങാനും 4-5 ക്ലാസ് പഠിച്ച നല്ലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും കിട്ടിയേനെ നല്ലൊരു ജോലി. എന്നാൽ എനിക്ക് ഇന്നിങ്ങനെ അലയേണ്ടി വരത്തില്ലായിരുന്നു. ശ്രീ പപ്പനാഭൻ്റെ 4 ചക്രവും മേടിച്ചോണ്ട് വീട്ടിലിരിക്കായിരുന്നു. ഞാൻ പഠിച്ചതാണെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഏതാണ്ടൊക്കെ സംസ്കൃതവും അഷ്ടാംഗഹൃദയവും മാഹവും നൈഷധവും. യോ, ഒരു ഉപയോഗവും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ. ഇങ്ങനെ എനിക്ക് പറഞ്ഞത് 3/4 ഏക്കറിന്റെ ഭൂമിയും ജമ്മിയും 5-6 പിള്ളേരും ഇങ്ങനെ നടക്കാനുമാണ്. ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു നല്ല ബില്ലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ കർഷകരെയൊക്കെ ഒന്ന് രക്ഷിക്കും സർക്കാർ. അല്ല എന്തുവാ നടന്ന് ഈ സമരക്കാരെ കാണണമല്ലോ. നടന്ന് ഞാൻ വശം കെട്ട്. മഴ വരുമോ? കർക്കിടകമാ. പണ്ട് അമ്മ പറയുമായിരുന്നു കർക്കിടകത്തിലൊക്കെ നിൽക്കുന്ന നെപ്പി മഴ പെയ്യുമെന്ന്. മഴ പെയ്താ കൊടയും പോരാ. എൻ്റെ കാല് കഴിക്കുന്ന എനിക്കൊന്ന് ഇരിക്കണമായിരുന്നു. അയ്യോ, ഇത്തിരി നേരം ഇരുന്നിട്ട് പോകാം. മഴ പെയ്യുമോ എന്തോ? മഴ പെയ്യത്തില്ലായിരിക്കും. അയ്യോ അയ്യോ, കാലാന്നെങ്കിൽ കിടക്കുന്നു. അയ്യോ, ഇത്തിരി 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 ഏതാണ്ടൊക്കെ ഇതിനകത്തിൽ ഉണ്ടായിരുന്നു. അയ്യോ അയ്യോ, ടോർച്ചും എൻ്റെ പ്രമാണമൊക്കെ ഇതിനകത്തിലുണ്ട്. അതിൻ്റെ കൂടെ ആ തൈലം എന്തേ? തൈലം. അയ്യോ 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 നടന്ന് മഴ പെയ്യുമെന്തോ നല്ല ക്ഷീണവും മയക്കവും വരുന്നു. അതിൻ്റെ കൂടെ എൻ്റെ ശാരദ ഇച്ചിരി
ഇച്ചിരി വിശക്കും എന്തെങ്കിലും തിന്നാനാന്നും പറഞ്ഞൊരു പോതി. എന്റെ പ്രമാണം ഞാൻ പറഞ്ഞായിരുന്നു ഇതിനകത്തിലുണ്ടായിരുന്നു. പ്രമാണം ഞാൻ എങ്ങും വേറെ വെക്കത്തില്ല. ഇതിനകത്ത് എന്റെ പ്രമാണം, എന്റെ മുക്കാലേക്കറുണ്ട് പ്രമാണം, എന്റെ മുക്കാല. അയ്യോ എന്റെ പ്രമാണത്തെ, അയ്യോ എന്റെ പ്രമാണം, എന്റെ പ്രമാണം, എന്റെ പ്രമാണം, അയ്യോ എന്റെ പ്രമാണം ഇവിടെ പോയി. എന്റെ പ്രമാണം, എന്റെ പ്രമാണം, എന്റെ പ്രമാണം, എന്റെ പ്രമാണം, എന്റെ മുക്കാലേക്കറിന്റെ പ്രമാണം, കരോടത്തെ രസീത്. അയ്യോ ഞാൻ പേടിച്ചു പോയി, ഞാൻ പേടിച്ചു പോയി. എന്റെ പ്രമാണം, എന്റെ പ്രമാണം ഒന്ന് ഇച്ചിരി ഒന്ന് മയങ്ങ. ചെരുപ്പ് എന്തേ നല്ല വടിയോ വല്ല എടുത്തോണ്ട് പോയാ വേറെ ചെരുപ്പും ഇല്ല, കയ്യിലിരിക്കട്ടെ. ഒരിച്ചിരി ഒന്ന് മയങ്ങ. അയ്യോ 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 അയ്യോ. കർക്കിടകം, അയ്യോ കർക്കിടകം, കർക്കിടകം, കർക്കിടകം ഓർമ്മയുണ്ടോ? കർക്കിടകം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അയ്യോ കർക്കിടകം 1122 കർക്കിടകം 30 വെള്ളിയാഴ്ച. അറിയാവോ അതിന്റെ പ്രത്യേകത? അറിയാവോ? 1122 കർക്കിടകം 30 വെള്ളിയാഴ്ച. അന്നാ ഞാൻ ജനിച്ച 1122 കർക്കിടകം 30 വെള്ളിയാഴ്ചയാ. അതുപോലെ കർക്കിടകം ആ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? ആ ദിവസത്തിന്റെ പ്രത്യേകത അന്നാ ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 എന്ന് പറയുന്നതാ ഞാൻ ജനിച്ച 1122 കർക്കിടകം 30 വെള്ളിയാഴ്ച. ഞാൻ ജനിച്ചിട്ട് 75 വർഷമായി. ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമായി. ഒരു കർഷകന്റെ വീട്ടിൽ ജനിച്ച് കർഷകനായിട്ട് വളർന്ന് കർഷകനായിട്ട് നടക്കുവായി. പിടിച്ചെക്കോട്ടും പിടക്കോട്ടും ഗതി കിട്ടാത്ത പ്രേതം പോലെ. ആരോട് പറയാനായി? ഇനിയെങ്കിലും ഒരു നല്ല ബില്ലൊക്കെ കൊണ്ടുവന്ന് കർഷകരെ രക്ഷിക്കും സർക്കാര്. കൃഷിയോ തുണച്ചില്ല, മക്കളാണെങ്കിൽ അതും തുണച്ചില്ല. ആരോട് പറയുന്നത്? 6 പിള്ളേരുണ്ടെന്ന് പറഞ്ഞ് 3 ആൺപിള്ളേര്. ആൺപിള്ളേര് പഠിച്ചതാണെങ്കിൽ ഒന്നിനും പ്രയോജനം ചെയ്യാത്തത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. പെൺകൊച്ചുങ്ങളെ ഞാൻ പഠിപ്പിച്ചതുമില്ല. അത് സങ്കടമാണ്. പെൺകൊച്ചുങ്ങളെ പഠിപ്പിക്കേണ്ടെന്ന അന്നത്തെ പ്രമാണം. എന്തിനാ വല്ലതും കൂടുള്ളത് കെട്ടിക്കൊടുത്ത് അവരെ എവിടോട്ടെങ്കിലും വിടേണ്ടതല്ലയോ? അതുകൊണ്ട് എന്തിനാ പഠിപ്പിക്കുന്നത്? അത് ആ നാട്ടിലെ ഞാനും അതുപോലെ എൻ്റെ പെൺകൊച്ചുങ്ങളെ പഠിപ്പിച്ചില്ല. ആൺപിള്ളേരെ 3 നല്ല പഠിപ്പിച്ചു. പക്ഷേ 10 പൈസയുടെ പ്രയോജനമില്ല. അറിയാവോ? മൂത്ത ചെറുക്കന് അന്നത്തെ ഇല്ലാത്ത പൈസ വാരിക്കോരി കൊടുത്ത് 4000 രൂപ ഡൊണേഷനും കൊടുത്ത് മെക്കാനിക്കൽ ഡിപ്ലോമ പഠിപ്പിച്ചു. മൂത്ത ചെറുക്കൻ രക്ഷപ്പെട്ട ഇളയ പിള്ളേരും രക്ഷപ്പെടും. പെങ്കൊച്ചുങ്ങളെ എങ്ങനെയും നല്ല ഗതിയെ പറഞ്ഞു വിടാമെന്നൊക്കെ ആയിരുന്നു എൻ്റെ സ്വപ്നം. പക്ഷെ അവനെ കാണാനേ ഇല്ല. അവൻ രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അവനെ കൂടെ പഠിച്ച ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് നാട് വിട്ടെന്നാ പറഞ്ഞു കേൾക്കുന്നത്. എവിടോ ഉണ്ട്, സൗദിയിലോ കൽക്കട്ടയിലോ തമിഴ്നാട്ടിലോ, ആർക്കറിയാം. 10 പൈസയുടെ പ്രയോജനമില്ല. തള്ളയും തന്നെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കത്തില്ല അവൻ. അതാ മൂത്ത ചെറുക്കൻ. രണ്ടാമത്തെ ചെറുക്കനോ MA മലയാളം പഠിപ്പിച്ചു. എന്നാൽ അവനെ വേറൊരു വഴിക്ക് വിടാമെന്ന് വിചാരിച്ച് മലയാളം പഠിപ്പിച്ച ചെറുക്കന് MA പാസ്സായി കഴിഞ്ഞപ്പോൾ അവന് വലിയ പോരായ്മ.
എന്തുവാ MA മലയാളം എന്നാ അവൻ്റെ വിചാരം. ജോലിക്ക് പോകത്തില്ല, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല. ഒരു ചായ കുടിക്കണമെങ്കിൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് ശാരദ 10 പൈസ എടുത്ത് കൊടുക്കണം ആ ചെറുക്കന്, MA മലയാളംകാരന്. അതാ രണ്ടാമത്തെ അവസ്ഥ. മൂന്നാമത്തതോ ഇതിലും ഗെയിമോ, ബികോം പഠിച്ചിട്ട് PSC പരീക്ഷ എഴുതത്തില്ല, ഉദ്യോഗത്തിനും പോകത്തില്ല. അപ്പോൾ വലിയ ആളാ, നാട് നന്നാക്കാൻ നടക്കും. നാട് എടാ വീട് നോക്കാതെ എന്തോന്ന് നാട് നന്നാക്കാൻ നടക്കുന്നവനൊക്കെ. വെളുപ്പിനെ ഇറങ്ങിപ്പോവും, പാരാത്രിക്ക് വരും, തല്ല വല്ലതും വിളമ്പി വെച്ചെടുത്ത് തിന്നും, പിറ്റേ ദിവസം വീണ്ടും പോവും. അവന് ഒന്നിലും വിശ്വാസമില്ല പോലും. അതാ ഞാൻ പറഞ്ഞ കൊമ്പം പോയ പോലെ മോഴെ 3 ഗുണം പിടിച്ചില്ല. പണ്ടാരാണ്ട് പറയുന്ന പോലെ നല്ല നേരത്തെ 4-5 തെങ്ങും തൈ വെച്ചായിരുന്നെങ്കിൽ 5-6 മടൽ ഓല വെട്ടി ചൂലുണ്ടാക്കുകയോ പരമേയുവോ വിൽക്കുകയോ ചെയ്യായിരുന്നു. ഇങ്ങനെ ഒരു ഗതികേട് വരുത്തില്ലായിരുന്നു. അത് ആൺപിള്ളേരെ പഠിപ്പിച്ച അവസ്ഥ. പെൺകൊച്ചുങ്ങളെ പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സങ്കടം എനിക്ക് തീരത്തില്ല. അത് മാത്രമാണോ നിറഞ്ഞു നിൽക്കുന്ന 2-3 പെൺകൊച്ചുങ്ങളുള്ള തള്ളയുടെ തന്തയുടെ അവസ്ഥ എന്തുവാ? 3 പെൺകൊച്ചുങ്ങളാ. അവരുടെ ഇടവും ബലവും മാറാതെ ശാരദ കാവലിരിക്കുക. പെൺകൊച്ചുങ്ങൾ വല്ല അവിവേകം കാണിക്കുവോ വേദദോഷം ഉണ്ടാക്കുവോ? അയ്യോ, ഞങ്ങൾക്ക് കഞ്ഞി വെള്ളം കഴുത്തിൽ താഴോട്ടിറങ്ങത്തില്ല, ഞങ്ങൾക്ക് വിശപ്പില്ല. ഞങ്ങൾ പെൺകൊച്ചുങ്ങളുടെ കാര്യം ഓർത്ത് ഞങ്ങൾ അങ്ങ് സങ്കടപ്പെട്ട് ഉരുകുക. ആരോടാ പറയുന്നത്? 3 പെൺകൊച്ചുങ്ങളുടെ കാര്യം ഓർത്ത് സങ്കടപ്പെട്ട ഉരുകുക. ആരോട് പറയാനാ? ആരോട് പറയാനാ? ആരോട് പറയാനാ? ഇനിയെങ്കിലും ഒരു നല്ല ബില്ലൊക്കെ കൊണ്ടുവന്ന് കർഷകരെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്ക് സർക്കാരെ. അല്ല എന്തുവാ, നേരം വെളുത്ത സെമിനാർ, സബ്സിഡി, ജീപ്പ്, പിന്നെ കൃഷി ഓഫീസർ, വളം, ഭയങ്കര ബഹളവാ. വല്ല പ്രയോജനമുണ്ടോ? വല്ല സാധനത്തിനും വിലയുണ്ടോ? നെല്ല് കൊയ്തെടുത്ത് കിടക്കുക. അവിടുന്ന് കരയിൽ വെച്ച് കെട്ടണമെങ്കിൽ വേറെ ആൾ വരണം. അവിടെ കിടന്ന് വെയിലും മഴയും കൊണ്ട് നനഞ്ഞും കിളിച്ചും നശിക്കുക. സംഭരിക്കത്തില്ല. സംഭരിച്ച പൈസ കൊടുക്കണമെങ്കിൽ പിന്നെ അവര് ചാവണം. നെല്ലെടുത്തോണ്ട് പോയാൽ അതിന്റെ പൈസ കൊടുക്കണ്ടേ? അതുപോലും കൃത്യമായിട്ട് ചെയ്യത്തില്ല. എന്ത് ഒരു പണിക്കാരനെ വിളിച്ചാൽ കിട്ടുമോ? 4 ദിവസം വിളിച്ച 5-ാമത്തെ ദിവസം വരും, ചോദിക്കുന്ന പൈസയും മേടിച്ചോണ്ട് പോകും. അവന്റെ വീട്ടിൽ സമാധാനം ഉണ്ടോ? ചോദിക്കുന്ന പൈസയും മേടിച്ചോണ്ട് പോയാ എവിടെ? ഈ പൈസ എങ്ങോട്ടാ പോന്നെ? ചാരായക്കടയിൽ, ബാക്കി ലോട്ടറിക്ക്. വീട്ടിൽ പോവോ? പിന്നെ എങ്ങനെ വീട് രക്ഷപ്പെടുന്നേ? അപ്പൊ കർഷകൻ മുടിയുന്നു, അവൻ നന്നാവത്തതുമില്ല. 1 കിലോ അരിക്ക് 10-60 രൂപ. 4-5 പേരുള്ള 2 വീട്, അല്ലെങ്കിൽ 5 പേരുള്ളത് 2 ദിവസം കഴിയും 1 കിലോ അരി കൊണ്ട്. ഒരു കുടിയന് ഒരു നേരം ബോധം കിടണമെങ്കിൽ 10 കിലോ അരിയുടെ പൈസ കൊടുക്കണം. 10 കിലോ അരിയുടെ പൈസ. അതാ ചാരായത്തിന്റെ വില. ഞാൻ ചോദിക്കുവോ, നല്ല ഈ കേട് പിടിച്ച തേങ്ങയൊക്കെ ചെത്തി ഇത്തിരി കടുപ്പം കുറഞ്ഞ കള്ളാക്കി ഇവർക്ക് വില കുറച്ച് കൊടുത്തുകൂടെ? കുടിയന്റെ ദാഹവും തീരും, തെങ്ങിന്റെ നോക്കേട് മാറത്തില്ലയോ? അല്ല, പിന്നെ ഇപ്പോഴത്തെ കള്ളെന്നൊക്കെ പറയുന്നത് കാട്ടാന കുടിച്ചാൽ അവിടെ വീഴും. ആ സൈസ് കള്ളാ കൊടുക്കുന്നത്. പിന്നെ കുറെ ലോട്ടറി. ഇതുകൊണ്ട് 2 കൊണ്ടും പാവങ്ങൾ രക്ഷപ്പെടുമോ? ആരോട് പറയാനേ ഇതൊക്കെ? അതുകൊണ്ടാ പറയുന്നത്, ഈ സമരക്കാർ പറയുന്ന പോലെ നല്ലൊരു ബില്ലൊക്കെ കൊണ്ടുവന്ന് കർഷകരെയൊക്കെ രക്ഷപ്പെടുത്തി സർക്കാർ. കൃഷി ഭൂമി കർഷകർ 3/4 ഏക്കറിന്റെ ജമി നടക്കുക. ഈ സമരക്കാർ ഇതെവിടാ കിടക്കുന്നത്? അതുപോലെ ആദിവാസി സമരം എന്നൊക്കെ ഞാൻ കുട്ടിക്കാലം പോലെ കേൾക്കുക. ഇപ്പോഴും ആദിവാസികൾ സമരം ചെയ്യുക. 100 വർഷം മുമ്പ് പാട്ടം മേടിച്ച വസ്തുവൊക്കെ വിദേശികൾ കൊണ്ടുപോയിട്ട് അത് തിരിച്ചു മേടിച്ച് ഇവർക്കൊക്കെ കൊടുത്തുകൂടെ? കൊടുക്കത്തില്ല. എൻഡോസൾഫാന് വിഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വടക്ക് മലബാറിലൊക്കെ അടിക്കുന്നത് അവിടെ കൊച്ചുങ്ങൾ ചാവുക. വലിയ തലയും കണ്ണും കയ്യും കാലും ഒക്കെ ആയിട്ട് അമ്മമാരുടെ മടിയിലിരുന്ന് കരയുക. ഒരാശുപത്രി കൊടുക്കത്തില്ല. അതാ കർഷകർക്കുള്ള ഗുണം. ആരോട് പറഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ്? നാട്ടുകാർ വിചാരിക്കും ഈ വല്യപ്പൻ എന്തുവാ ഈ വഴിനീളെ നടന്ന് പറയുന്നത്. വഴിനീളെ നടന്ന് പറയാതെ വീട്ടിൽ ഇരുന്ന് എനിക്കിതുപോലെ പറയാൻ പറ്റുമോ? എന്റെ ശാരദയുടെ കൊച്ചുക്കടെ മുന്നിൽ ഇരുന്ന് എനിക്കിതുപോലെ സങ്കടം പറയാൻ പറ്റുമോ? അതുകൊണ്ടാ ഞാനിങ്ങനെ നടന്നെന്ന് പറയുന്നത്. സങ്കടം തീരുമല്ലോ. കൃഷിഭൂമിയും കർഷകൻ 3/4 ഏക്കറിന്റെ ജമി. സമരക്കാരെ ഇവിടെ കിടക്കുന്നത് അവരെ കാണണമല്ലോ.
കൃഷിഭൂമി 3/4 ഏക്കറിന്റെ ജമീൻ. അയ്യോ ഒത്തിരി നടന്ന് എവിടാണ് ഇവിടെ അടുത്ത് കാണാമോ? കൃഷിഭൂമി 3/4 ഏക്കറിന്റെ ജമീൻ. കർഷക സമരം. സർക്കാർ ഇനിയെങ്കിലും ഒരു ബില്ല് കൊണ്ട് ഞങ്ങളെയൊക്കെ ഒന്നിനെ ഒരാൾക്കോ അയ്യോ ജീപ്പ് ആംബുലൻസ് അയ്യോ ഫയർ എഞ്ചിന് വണ്ടി പോലീസ് തോക്ക് അയ്യോ സമരക്കാരാ ഞാൻ സമരക്കാരാ അയ്യോ സമരക്കാരാ ഞാൻ നോക്കോട്ടെ സാറേ ഞാൻ അങ്ങോട്ട് പോട്ടെ സാറേ ഞാൻ അങ്ങോട്ട് എന്നെ തടയല്ലേ സാറേ ഞാൻ ദൂരേന്ന് വരുവാ ഞാൻ വളരെ ദൂരേന്ന് വരുവാ ഞാൻ അവരെ ഒന്ന് കണ്ടോട്ടെ സാറേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ പ്രമാണം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ അവരെ ഒന്ന് കണ്ടോട്ടെ ഞാൻ പോയിക്കോട്ടെ സാർ എന്നെ തള്ളല്ലേ സാർ ഞാൻ അങ്ങോട്ട് പോട്ടെ സാർ അയ്യോ സാർ എന്നെ തള്ളേ സാർ അയ്യോ അയ്യോ എന്നെ തള്ളേ സാർ സാറേ അങ്ങോട്ട് പോയിക്കോട്ടെ സാർ खुशी दिखाई पड़ रही है। पहले तमाम बैरिकेड को जो लोहे के बैरिकेड थे उनको नाली में फेंक दिया गया। पूरी तरीके से जो कंटेनर रोकने के लिए रास्ता रोकने के लिए खड़ा किया गया था उसको धक्का मारा जा रहा है। और देखिए हम आपको जो तस्वीरें दिखा रहे हैं वो अपने आप में कहने के लिए काफी है। तरीके से रास्ता खोल दिया जा रहा है और ये रास्ता खोल करके सारे किसान आगे बढ़ गए अपने ट्रैक्टर के എന്റെ സ്വപ്നങ്ങളെ തകർത്തല്ലോ ദുഷ്ടന്മാരെ അയ്യോ എനിക്ക് എന്റെ കൈയും കാലും ഒടിഞ്ഞ് അയ്യോ ദുഷ്ടന്മാര് എന്റെ സ്വപ്നങ്ങളെ തകർത്തല്ലോ ദുഷ്ടന്മാര് അയ്യോ എന്റെ സ്വപ്നങ്ങളെ തകർത്തല്ലോ എന്റെ അയ്യോ ദുഷ്ടന്മാരെ അയ്യോ എന്റെ ദേഹാസകലം പൊട്ടി പറഞ്ഞ് അയ്യോ എന്റെ പുറമെല്ലാം പോയെ അയ്യോ ഈ ദുഷ്ടന്മാരെന്റെ സ്വപ്നങ്ങളെ താർത്തല്ലോ അയ്യോ എന്റെ ജാരത എന്റെ കൊച്ചുങ്ങള് എന്റെ പ്രമാണം അയ്യോ അത് ചത്താൽ മതിയായിരുന്നു ചത്താ മതി എന്റെ ശാരദ കൊച്ചുങ്ങളെ കളഞ്ഞിട്ട് ചാവാനും വയ്യ എല്ലാവർക്കും വിഷം കൊടുത്ത് കൊല്ലാതെ അയ്യോ പാവം പേടി വരും ജീവിക്കണം എന്റെ ശാരദയ്ക്കും കൊച്ചുങ്ങൾക്കും ഞാനില്ലാതെ വരരുത് എന്റെ ശാരദയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി എനിക്ക് ജീവിക്കണേ അയ്യോ ഇതൊക്കെ എന്റെ ശാരദ കുഞ്ഞുങ്ങളും എങ്ങനെ സഹിക്കുന്നു എന്റെ എന്റെ ശരീരം എന്റെ ശാരദ എങ്ങനെ സഹിക്കുകയോ എന്നാലും എനിക്ക് ജീവിക്കണമല്ലോ അയ്യോ എന്റെ ശാരദയ്ക്കും കൊച്ചുങ്ങൾക്ക് ഞാനില്ലാതെ വരരുത് അയ്യോ ജീവിക്കണം അയ്യോ എന്റെ പ്രമാണം അയ്യോ എന്റെ ശാരദ എന്റെ കൊച്ചുങ്ങള് എന്റെ പാവം കൊച്ചുങ്ങള് എന്റെ ശാരദ എനിക്ക് ജീവിക്കണം അയ്യോ 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 അയ്യോ
അയ്യോ അയ്യോ അയ്യോ അയ്യോ അയ്യോ അയ്യോ എൻ്റെ ശാരദയ്ക്ക് കൊച്ചുകൾക്കും വേണ്ടി എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം. അതിന് സഹായിക്കുമോ? സഹായിക്കണേ, സഹായിക്കണേ, സഹായിക്കണേ.